കണ്ടോ, ഈ ചെടി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ന്യൂസിലൻഡിലുള്ള എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഇപ്പോൾ ഇതിൻ്റെ സീസണാണ്. നമ്മുടെ ഫെയ്ജോവ. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഫെയ്ജോവ എല്ലാം ചെറുതാണ്. സാധാരണ എനിക്ക് വലിയ ഫെയ്ജോവ ആണ് ഉണ്ടാകുന്നത്. എനിക്ക് തോന്നുന്നു വെയിലിൻ്റെ ആധിക്യം ഉണ്ടായ സമയത്ത്, അതായത് നല്ല സമ്മറിലുണ്ടായ ഫെയ്ജോവ സൈ നിൽക്കുന്നത് നിറച്ചുണ്ടായിരുന്നു കേട്ടോ. എല്ലാം ഒരുമിച്ചല്ല ഇങ്ങോട്ടും മൂത്ത് വരുന്നത്. ആ സമയത്ത് ഞാൻ കുറച്ചെണ്ണം പറിച്ചെടുത്ത് ഇപ്പോൾ എടുത്തുകൊണ്ട് പോകാൻ പോവാം. കുറച്ചെടുത്ത് നമുക്ക് കേക്ക് ഉണ്ടാക്കാം. ഞാനിവിടെ കേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഇതിൻ്റെ കൂടെ ഇടാൻ ഞാൻ. ഇനി ഒരെണ്ണം കൂടെ ഉണ്ടാക്കാമെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ നമുക്കിതിൻ്റെ പൾപ്പെടുത്ത് ഫ്രീസറിലേക്ക് വെച്ചെങ്കിൽ ഇനി നമുക്ക് പിന്നെയാണെങ്കിലും ഉണ്ടാക്കാം. രണ്ട് കപ്പ് ഈ ഫിജോവ വേണം കേട്ടോ. ഇതെല്ലാം ചെറിയ ഫിജോവയാണ് വേണം. ഇതെല്ലാം ഒരുമിച്ചങ്ങ് പഴുക്കുന്ന കാരണമേ നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇരുന്നെങ്കിൽ കുറച്ച് ദിവസം, ഇതിപ്പം ഇന്നലെ മിനിയാന്നൊക്കെ പറക്കിയതാണേ. ഇപ്പോൾ തന്നെ അതിൻ്റെ കളർ കുറച്ച് മാറാൻ തുടങ്ങി. ഇപ്പോൾ തന്നെ അതിൻ്റെ ടേസ്റ്റും മാറും. അതുകൊണ്ട് ഇപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കി വയ്ക്കാമെന്നുള്ളൂ. ഇതിപ്പം നമ്മളിന്ന് ഉണ്ടാക്കുന്നില്ലെങ്കിൽ നമുക്കിതുപോലെ എടുത്ത് ഫ്രീസറിലേക്ക് വെച്ചിട്ട് പിന്നീട് നമുക്കുണ്ടാക്കാം. അങ്ങനെയാണെങ്കിലും ചെയ്യാം. അല്ലെങ്കിൽ ഇങ്ങനെ ഇരുന്ന് പോയെങ്കിൽ അത് കേടായിപ്പോവും. അപ്പം നമ്മൾ നട്ടു വളർത്തുന്ന ഫ്രൂട്ടല്ലേ, നമുക്ക് വെറുതെ കളയാൻ പറ്റുമോ? എന്തെങ്കിലുമൊക്കെ രീതിയിൽ നമ്മൾ കഴിക്കണ്ടേ. അല്ലെങ്കിൽ കുട്ടികൾ മുഴുവനും കഴിച്ച് തീർക്കുമായിരുന്നു കേട്ടോ. നമ്മളിതുപോലെ ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിലും ആ ഒരു പച്ചയ്ക്ക് ഒത്തിരി കഴിക്കുമായിരുന്നു. ഇപ്പോൾ ഒരു പച്ചയ്ക്ക് അത്രയും കഴിക്കത്തില്ല. എന്നോ ഒരു 5-6 കൂടുതൽ എങ്ങനെ കഴിക്കുന്ന. അതുപോലെ നമുക്ക് 2 കപ്പ് ഫിജിയോവയുടെ ഫ്ലഷാണ് നമ്മൾ സ്കൂപ്പ് ചെയ്തെടുക്കേണ്ടത്. നമുക്കിതിന് വേണ്ടത് പ്ലെയിൻ ഫ്ലവർ വേണം, ബേക്കിംഗ് പൗഡർ വേണം, ബേക്കിംഗ് സോഡ, ഷുഗർ, വാൾനട്ട്, ബട്ടർ, മുട്ട, നമ്മുടെ ഫിജിയോവ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഇത്തരം കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഫിജിയോവ കേക്ക് ഉണ്ടാക്കുന്നത്. നമുക്ക് നോക്കാം. ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, രണ്ട് ടീസ്പൂൺ സിനമൺ പൗഡർ, 1 ടീസ്പൂൺ നട്ട്മേഗിൻ്റെ പൗഡർ. ഇനി ഇടുന്നത് 1 കപ്പ് ഷുഗറാണ്. അപ്പം നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ട് കൊടുത്തു. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. രണ്ട് മുട്ട പൊട്ടിച്ചെടുത്തു. ഇനി നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേണ്ടതേ 150 ഗ്രാം ബട്ടർ മെൽറ്റ് ചെയ്യുവാണ് ചെയ്യുന്നത്. എനിക്ക് 150 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. വെറ്റ് ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ വെറ്റായിട്ടുള്ള കാര്യങ്ങൾ ഓരോന്നിട്ട് കൊടുക്കാവേ. നമ്മൾക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ 150 ഗ്രാം ബട്ടർ മെൽറ്റ് ചെയ്ത് കൊണ്ടുവന്നതാണ്.
നമ്മുടെ മുട്ട നമ്മൾ ബീറ്റ് ചെയ്തെടുത്തിരിക്കുന്ന മുട്ട ഇട്ട് കൊടുക്കാം. നമ്മൾ ബീറ്റ് ചെയ്തെടുത്തിരിക്കുന്ന മുട്ട ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള നമ്മൾ 2 കപ്പ് ഫീജോവ, അത് മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫീജോവയും കൊണ്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇതൊരു സ്പൈസി ആയിട്ടുള്ള ഒരു ഫീജോവ കേക്ക് ആയിരിക്കും. നമ്മൾ ജാതിക്കയുടെ പൊടിയും കറുവാപ്പട്ടയൊക്കെ ഇട്ടത് കൊണ്ട് കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഒന്നായിരിക്കും. നമുക്ക് അതിൻ്റെ ഒരു രുചി എനിക്കിഷ്ടം കേട്ടോ. ജാതികപ്പൊടിയും ഒക്കെയുള്ള രുചി ഒരു കേക്കിൻ്റെ അകത്ത് വരുമ്പോഴേ നമ്മൾ ക്രിസ്മസ് കേക്കിനൊക്കെ വരത്തില്ലേ ഒത്തിരി സ്പൈസസിൻ്റെ, അതുപോലെ ഒരു ടേസ്റ്റ്. ഇനി ഇട്ട് കൊടുക്കുന്ന കുറച്ച് വാൾനട്ട്, ജസ്റ്റ് വാൾനട്ട് ഇങ്ങനെ കേക്കിൻ്റെ അകത്ത് വരുമ്പം അതും ഒരു ടേസ്റ്റാണ് കേട്ടോ. കുറച്ച് നമുക്ക് ഈ കേക്ക് ടീനൊന്ന് നമുക്ക് ഗ്രീസ് ചെയ്തെടുക്കാവേ. കുറച്ച് ബട്ടർ ഇതുപോലെ ഒന്ന് തേച്ചെടുക്കാം. ഇതൊരു 20 സെൻറ്റിമീറ്ററിൻ്റെ പാനാണേ. ഇതിൻ്റെ അകത്തേക്ക് ആണ് ഞാൻ തേക്കുന്നത്. ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിന് കൊണ്ട് നമ്മുടെ പ്രീ ഹീറ്റഡ് ആയിട്ടുള്ള ഓവനിലേക്ക് കൊണ്ട് വയ്ക്കാം. 170 ഡിഗ്രിയിൽ ഒരു 50 തൊട്ട് 60 മിനിറ്റ് വരെ വെച്ചെങ്കിൽ ശരിയാവും. നമുക്ക് കൊണ്ട് വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പോയി നോക്കാം. ഇത് നമ്മുടെ ഫീജോവ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് നമുക്ക് നോക്കാം ഇത് ശരിക്കും എന്തോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാവേ. ഇപ്പോൾ നമ്മുടെ ഫീജോവ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉണ്ടോ, ബൗൺസ് ബാക്ക് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതൊരു 60 മിനിറ്റോളം ഞാൻ വെച്ചു കേട്ടോ, 1 മണിക്കൂറോളം ഞാൻ വെച്ചേ. ഇത് ഉണ്ടോ, ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നന്നായിട്ട് വെന്തു എന്നുള്ളതാണല്ലോ അർത്ഥം. അപ്പം ഞാനിപ്പോൾ ഇത് മുറിക്കുന്നില്ല, ഇനി നാളെ മുറിക്കുന്നുള്ളൂ. ഇത് നോക്ക്, എന്താ സൂപ്പർ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇതുപോലെ ഫീജോവ ഇഷ്ടംപോലെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റിൻ്റെ റെസിപ്പി അത്. നല്ല നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണിത്. നല്ല സ്പൈസി ആയിട്ടുള്ളത്, നല്ല രസമുണ്ട്. സൂപ്പർ ടേസ്റ്റിയാണേ, നല്ല സോഫ്റ്റ് ഉണ്ടാവും. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഫീജോവ കേക്ക്? ഫീജോവ കേക്ക് നല്ലതാണോ? നല്ലല്ലേ, എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ ഉണ്ടാക്കിയിട്ട് വരണ്ട, പപ്പ കഴിച്ചിട്ട് വരാം എങ്ങനെയുണ്ടെന്ന്. കേക്ക് അത്ര ദൈവം കാണുമ്പോൾ അറിയാം കേക്ക് നല്ലതായിരുന്നെന്ന്. കുറച്ചും കൂടെ ഫീജോവ
അതെയോ? ഇത്ര പിജ ഉണ്ടെന്ന് അറിയത്തില്ലേ? ഞാനൊരു ചെറിയ 2 കപ്പായിട്ട് ഷുഗർ ചൂടെ അതല്ല, ഷുഗർ അല്ല, കടിക്കുന്നതല്ലേ. പിജോയുടെ കുരുക്കൾ തന്നെ ആയിരിക്കണം. അല്ല പിന്നെ പിജോയുടെ ഒരു ഇതുണ്ടല്ലോ. എന്താണെന്ന് അറിയാത്തവർക്ക് സംശയം വരുന്നത് എന്താണ്? ഇല്ല അതല്ല. ഓ, അതിപ്പോ 3ാമത്തെ പീസാ കഴിക്കുന്ന. എന്നിട്ട് ഓരോ പ്രാവശ്യം അറിഞ്ഞോണ്ടിരിക്കുക. കുരുവല്ല, അതിൻ്റെ ഒരു ഇതുണ്ടല്ലോ. അതിന് ചെറുതല്ലേ. പിന്നെ സ്പൈസസ്, ജാതിക്കായും സിനമണും. ഓഫീസിൽ ആരോ കൊണ്ടുവന്ന് കിച്ചണിൽ കൊണ്ട് വെച്ചിരുന്ന ഞാനകത്തുനിന്ന് 3 എടുത്തു. നമുക്ക് ഇവിടെ ഇഷ്ടംപോലെ അവിടെ ഇരുന്ന് കഴിക്കാനുള്ള വിശപ്പില്ലായിരുന്നു, സമയമില്ല. പക്ഷെ നമ്മുടെ ഇതിനൊക്കെ വലുതാണ്, നമ്മുടെ എല്ലാം ചെറുതല്ല. അത് നമുക്ക് നേരത്തെ വലുതല്ലേ ഉണ്ടായിക്കൊണ്ടിരുന്നത്. എനിക്ക് അത് എന്നാന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു വെള്ളം ഒഴിക്കാതെ ഇരുന്നപ്പോഴത്തേക്ക്. നല്ല സമയത്ത് നമ്മളില്ലാതിരുന്നോണ്ട്. അതെ, വെള്ളം ഒഴിക്കാത്തോണ്ടാന്ന് തോന്നുന്നു. പക്ഷെ നാട്ടിലും ഇതുപോലത്തെ പരിപാടിയുണ്ട്. ഈ ഒത്തിരി സാധനങ്ങളുള്ളത് ആ സീസണില് ഇങ്ങനെ കിച്ചണിൽ കൊണ്ട് വെച്ചേക്കുവാണെങ്കിൽ ആർക്കെങ്കിലൊക്കെ എടുക്കാമല്ലോ, ഉപയോഗിക്കാമല്ലോ. നാട്ടിലൊക്കെ ആണെങ്കിൽ പഴമൊക്കെ ഇഷ്ടംപോലെയുള്ള സമയത്ത് 1 പെടലോ 2 പെടലോ കൊണ്ട് വെച്ചാലേ അത് നല്ല കൾച്ചറാണ് അല്ലേ?